നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെക്കുറിച്ചാണ്. കണ്ടത് മനോഹരം, ഇനി കാണാൻ പോകുന്നത് അതിലും മനോഹരം. 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിൽ ആദ്യ മത്സരം സൗദിയോടേറ്റ പരാജയത്തിലായിരുന്നു ആ ഒരു കപ്പിലേക്കുള്ള അർജന്റീനയുടെ പ്രയാണം. പിന്നെ നടന്ന എല്ലാ മത്സരങ്ങളും ഡു ഓർ ഡൈ മത്സരങ്ങളായിരുന്നു. ഫൈനൽ വരെയുള്ള മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ തോറ്റാൽ പുറത്തു പോവുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ആ ഒരു ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ടും ആ ഒരു സ്ക്വാഡ് ലയണൽ സ്കലോണിയുടെ അണ്ടറിൽ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി, അതും 30ഓളം വർഷങ്ങൾക്ക് ശേഷം. ഓരോ അർജന്റീനക്കാരനും കാത്തിരുന്ന ആ ഒരു നിർണായക മുഹൂർത്തത്തിലേക്കുള്ള ആ ഒരു പ്രയാണത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ ലയണൽ മെസ്സി കപ്പ് ഉയർത്തുകയാണ്. അർജന്റീനൻ കുപ്പായത്തിൽ മെസ്സിക്കൊരു വേൾഡ് കപ്പില്ല. ഈ വർഷമെങ്കിലും ഒരു വേൾഡ് കപ്പ് അടിക്കുമെന്നുള്ള അർജന്റീന ആരാധകരുടെ പ്രാർത്ഥനയ്ക്ക് ഫസ്റ്റ് മത്സരത്തിൽ തന്നെ ആദ്യ മത്സരത്തിൽ തന്നെ നെട്ടിക്കുന്ന തോൽവിയോടുകൂടിയാണ്. പക്ഷേ ആ കളി കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ലയണൽ മെസ്സി ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അവരുടെ ആരാധകർക്ക്, ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. പക്ഷേ ഫൈനൽ കഴിയുന്നവരെ ആ ഒരു അർജന്റീന ആരാധകർക്ക് നെഞ്ചെടുപ്പ്, അതേപോലെ തന്നെ എന്താ പറയുക, വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഓരോ മത്സരങ്ങളും ഡു ഓർ ഡൈ ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താവും എന്ന് കരുതി ഫൈനലിൽ ലോകം കണ്ട ഏറ്റവും വലിയ, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ, ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ഒരു ഫൈനലായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ 2022 കാത്തിരിപ്പിന് വിടാവുമായിട്ട് അർജന്റീന ലയണൽ മെസ്സിക്ക് വേണ്ടിയിട്ട് അവരുടെ പടയാളികളെല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ ലയണൽ സ്കലോണിയുടെ അണ്ടറിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരായിരിക്കണം. വീണ്ടും അടുത്ത വേൾഡ് കപ്പ് വരികയാണ്. അപ്പോൾ സ്ക്വാഡ് പ്രഖ്യാപിച്ചു, 26 അംഗ ടീം പ്രഖ്യാപിച്ചു. ലയണൽ സ്കലോണിയുടെ ഒരു എന്താ പറയുക, കുറേ ആൾക്കാർ പറയുന്നുണ്ട് പഴയ വീഞ്ഞും പുതിയ കുപ്പിയെന്ന്. പരിചയസമ്പന്നരായ ഒരുപാട് പേരും കുറച്ച് പുതുമുഖങ്ങൾ, സർപ്രൈസ് നിറഞ്ഞ പുതുമുഖങ്ങളും നിറഞ്ഞൊരു ടീമാണ്. സെനസി, അഗ്വനോ, അങ്ങനെ കുറച്ച് പേർക്ക് ടീമിൽ ഇടം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ലയണൽ സ്കലോണിക്ക് ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രത്തിൽ ലയണൽ മെസ്സിയോട് കൂടെ ആ ഒരു മിങ്കിളായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർക്കും, അതേപോലെ ഈ അർജന്റീനയുടെ ടാക്ടിക്സും അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്ലെയേഴ്സിനാണ് ടീമിലെത്തിയിരിക്കുന്നത്. അപ്പോൾ കുറേ പാരഡൈസും, അതേപോലെ തന്നെ ലെസൽസിയും, അതേപോലെ തന്നെ മാക്കലിസ്റ്ററും, അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും, അതിൽ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പരുക്ക് മാറി തിരിച്ചു വരികയാണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും അതേപോലെ തന്നെ ലീഗുകളിലൊന്നും വലിയ ഇമ്പാക്റ്റും ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടാക്കാൻ പറ്റാത്തൊരു ടീമാണ് ഇപ്പോൾ അർജന്റീനയുടെ എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അർജന്റീന ടീം ആ ഒരു നീലയും വെള്ളയുടെ ജേഴ്സി അണിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ പ്ലേയിങ് എന്താണെന്ന് നമ്മൾ ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് കണ്ടതാണ്. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് 1ാം സ്ഥാനക്കാരായിട്ടാണ് അർജന്റീന എന്ന് പറയുന്ന ആ പടയാളികൾ വേൾഡ് കപ്പിന് വരുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ടോപ്പ് എല്ലാ ലാറ്റിൻ അമേരിക്കയിലുള്ള എല്ലാ ടീമുകളും നിലംപരിശായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ടോപ്പ് പോയിന്റിലാണ് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കുന്നത്. ഇതേ ടീം വെച്ചിട്ടാണ്. സസ്പെൻസുകൾ പുതിയ നിക്കോപാസും അതേപോലെ തന്നെ സിമിയോണിയും അങ്ങനെ കുറച്ച് പ്ലേയേഴ്സൊക്കെ വന്നിട്ടുള്ള കാര്യം ശരിയാണ്. സ്റ്റാർട്ടിംഗ് ലെവലിലും സ്കലോണി എന്ത് തന്ത്രങ്ങളാണ് എന്താ പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2022 വേൾഡ് കപ്പിൽ നിന്ന് 17 പേരാണ് ഈ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ പുതിയ കുറച്ച് പ്ലേയേഴ്സും. അപ്പോൾ ഈ 17 പേരിൽ ഏറ്റവും പ്രഗത്ഭരായ എന്നല്ല, ഏറ്റവും പരിചയസമ്പന്നരായ എന്നല്ല, ലയണൽ സ്കലോണിയുടെ ആ ഒരു സ്റ്റാറ്റിക്സ് ആൾക്കറിയാം, ഏതൊക്കെ പ്ലെയേഴ്സിനെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. താൽക്കാലിക കോച്ചായിട്ടാണ് അർജന്റീനയ്ക്ക് ഈ ഒരു ചങ്ങായി വരുന്നത്. പിന്നെ ചരിത്രം തിരുത്തിയിട്ടാണ് ഇപ്പോൾ എന്താ പറഞ്ഞാൽ സ്കലോണി എന്ന് പറയുന്നത് അർജന്റീനക്കാരുടെയും അതേപോലെ തന്നെ അർജന്റീന ഫാൻസിൻ്റെ, അർജന്റീന ടീമിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ്. വേൾഡ് കപ്പിന് ശേഷം ടീം വിട്ടു പോകുന്നൊക്കെയുള്ള റൂമറുകളൊക്കെ വന്നപ്പോഴും ഓരോ അർജന്റീന ആരാധകരും പ്രാർത്ഥിച്ചിട്ട് അടുത്ത 2026 വേൾഡ് കപ്പ് കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള തീരുമാനത്തിലായിരുന്നു. 2026 വേൾഡ് കപ്പിൽ അർജന്റീനയെക്കാളും മികച്ച ഒരുപാട് ടീമുകളുണ്ട്. ഒരുപാട് വേൾഡ് കപ്പ് എടുക്കാനുള്ള ഒരുപാട് ഫേവറേറ്റുകളായ ടീമുകളുണ്ട്. പക്ഷേ അർജന്റീനയ്ക്ക് അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് അർജന്റീന ടീം തന്നെയാണ്. അവർ ഒരു ബ്രദർഹുഡായിട്ട്, ഒരു ടീം വർക്കെന്നും അതേപോലെ തന്നെ അവരുടെ സൗഹൃദവും മെസ്സിയോടുള്ള ആ ഒരു എന്താ പറയുക അടങ്ങാത്ത പാഷനും, ഒരു ആരാധകരെ പോലെയാണ് അവർ മെസ്സി കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. അതുതന്നെയാണ് ആ ഒരു ടീമിനെ ഈ നിലയിൽ എത്തിക്കുന്നതും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോൾ പോലെയല്ല രാജ്യാന്തര ഫുട്ബോൾ. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്ലബ് ഫുട്ബോളിൽ ഒരു വർഷത്തിൽ 2 മാസം ഒഴിച്ച് ബാക്കി ഫുൾ ടൈം, ഏത് ട്രെയിനിങ് ആയിക്കോട്ടെ, അതുപോലെ കളിക്കുന്ന ടൈം ആയിക്കോട്ടെ, ബെഞ്ചിലായിക്കോട്ടെ, ഫുൾ ടൈം ഒരു ടീമിലുള്ള പ്ലെയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളും ഇണക്കങ്ങളും പടക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഒരുമിച്ച് കളിക്കുന്ന പ്ലെയേഴ്സാണ്. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. എന്താണെന്ന് പറഞ്ഞാൽ കൊല്ലത്തിൽ ചിലപ്പോൾ അവർ കളിക്കുന്ന ആകെ 30 ദിവസമായിരിക്കും. അതിൽ പ്രാക്ടീസും അതേപോലെ ചിലപ്പോൾ 7 മാച്ചുകളോ 5 മാച്ചുകളോ 6 മാച്ചുകളൊക്കെ ആയിരിക്കും കളിക്കേണ്ടാവുക. എന്നിട്ട് പോലും അർജന്റീന എന്ന് പറയുന്ന ഒരു ടീമിൽ അവരുടെ ആ ഒരു എന്താ പറയുക ഒരു ഫ്രണ്ട്ഷിപ്പും, അതേപോലെ തന്നെ ആ ഒരു മെസ്സി എന്ന് പറയുന്ന ലെജൻഡിന് വേണ്ടിയിട്ട് അവരൊന്നായിട്ടൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് പാരഡൈസിനും ലെസൽസിയോനെയും അതേപോലെ തന്നെ ഒട്ടമെൻഡിയെയും റൊമാരോയും എല്ലാം ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനേക്കാളും പ്രഗത്ഭരായ കളിക്കാരില്ലാതല്ല. അവർക്ക് എന്താണ് വേണ്ടത്, മെസ്സിക്ക് എന്താണ് വേണ്ടത്, മെസ്സിയുമായി ഇടകലർന്ന് അതിനൊരൊറ്റ എക്സാമ്പിളാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രാൻസിനെതിരെ നേടിയ ആ ഒരു ടീം വർക്കുള്ള ഗോള്.
ഡി മറിയ അവസാനമായിട്ട് ഫിനിഷ് ചെയ്യുന്നൊരു ഗോൾ ഉണ്ടല്ലോ. അതൊക്കെയാണ് എന്താ പറയുക ആ ഒരു ടീമിനെ ആ ഒരു സൗഹൃദത്തിനും എല്ലാത്തിനും ഉപരി മറ്റുള്ള ടീമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അത് സ്കൊളോണിയുടെ അണ്ടറിൽ അവർ കറക്റ്റായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. RCB IPL ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായതോടുകൂടിയിട്ട് ഭയങ്കര എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് ദിവസം തന്നെ PSG ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അതിന് മുമ്പ് തന്നെ ബാഴ്സലോണ ലാ ലീഗ് ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിരിക്കണം. അപ്പോൾ അടുത്തത് നിങ്ങളല്ലേ എന്നുള്ളൊരു ചോദ്യം അർജന്റീന ഫാൻസുകാരോടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. അങ്ങനെ വല്ലതും നടന്നാൽ ചരിത്രമായിരിക്കും. എന്താ പറഞ്ഞാൽ 64 വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലാണ് ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിട്ടുള്ള. അതിനുശേഷം ഒരു ടീമും ബാക്ക് ടു ബാക്ക് ചാമ്പ്യന്മാരായിട്ടുള്ള എന്നുള്ള കാര്യമാണ്. അതിനുള്ള ആയുധങ്ങൾ സ്കൊളോണിയുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതിൽ പുതിയ കുറേ പ്ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് 11 കുറിച്ചൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു പഴയ ഒരു സ്റ്റാർട്ടിംഗ് 11 തന്നെ ആയിരിക്കും. മാക്കലിസ്റ്ററും അതേപോലെ തന്നെ എൻസോ ഫെർണാണ്ടസും അല്ലെങ്കിൽ പാരഡൈസും ഡീപോളും അടങ്ങുന്ന മധ്യനിരയും, അതേപോലെ തന്നെ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടമെൻഡി, റൊമേരോയും, മൊളീനോയും, ടാഗ്ലിഫിക്കോയും, അതേപോലെ തന്നെ അറ്റാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ അൽമാഡയും, ലയണൽ മെസ്സിയും, അതേപോലെ തന്നെ ആൽവാരസും. ഇതന്നെ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുക. ഇതിൽ സർപ്രൈസുകളായിട്ട് ആരൊക്കെ വരും, എന്തൊക്കെയാണ് ലയണൽ സ്കൊളോണിയുടെ ഈ ഒരു തന്ത്രം. എന്താ പറഞ്ഞാൽ വേൾഡ് കപ്പ് സ്ക്വാഡ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈകിയപ്പോൾ സ്കൊളോണി പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ കോച്ചിങ് സ്റ്റാഫുകളും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് കോച്ചുമാരെല്ലാവരുമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ സ്റ്റാർട്ടിംഗ് 11 കുറിച്ചും അതേപോലെ തന്നെ 26 അംഗ സ്ക്വാഡിനെ കുറിച്ചും ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും ഷെയർ ചെയ്ത് 80% കറക്റ്റായൊരു എന്താ പറയുക ഒരു സ്ക്വാഡിനെയാണ്. ആ ഒരു സ്ക്വാഡിൽ ആരൊക്കെ കളിക്കണം, എങ്ങനെയൊക്കെ കളിക്കണം എന്നൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഇങ്ങനൊരു സ്ക്വാഡ് വൈകാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൊളോണിയുടേതായ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾക്ക് അറിഞ്ഞ് കളിക്കുന്ന പ്ലേയേഴ്സിനെ തന്നെയാണ് ആൾ ചൂസ് ചെയ്തിരിക്കുന്നത്. 6ാം വേൾഡ് കപ്പിന് ഇറങ്ങുന്ന ലയണൽ മെസ്സിക്ക് ഒരു പിടി റെക്കോർഡുകളാണ് ഇതിൽ ഈ വേൾഡ് കപ്പിൽ വാരിക്കൂട്ടാനുള്ള. ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാവുന്ന ടോപ്പ് സ്കോറർ ആവാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക 6 വേൾഡ് കപ്പ് കളിക്കുന്ന അർജൻറ്റീനക്കാരൻ എന്ന ഒരു ഇതുണ്ട്. ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻ ആവുകയാണെങ്കിൽ ബാക്ക് ടു ബാക്ക് ചാമ്പ്യൻ ആവുന്ന അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ആവാനുള്ള ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ആ ഒരു റെക്കോർഡ്, അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്താനുണ്ട്. അർജൻറ്റീനയ്ക്ക് വേണ്ടി ഇനിയും ഒരു സ്വപ്ന കിരീടത്തിനായി കാത്തിരിക്കുന്ന അർജന്റീനക്കാർക്ക് എന്താ പറഞ്ഞാൽ ഏറ്റവും ഫ്രീ ആയിട്ടും ഏറ്റവും റിലാക്സ് മൈൻഡായിട്ട് കാണുന്ന അതേപോലെ തന്നെ കളിക്കുന്ന ഒരു അർജന്റീന ടീമിനായി കാണാൻ പറ്റുക. എന്താ പറഞ്ഞാൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഗോൾ കീപ്പർമാരായിരുന്നു ഇതുവരെ അവരുടെ ശാപം. റൊമേരോ വന്നുകൂടിയിട്ടാണ് അതിനൊരു പരിധി വരെ. പക്ഷേ റൊമേരോയെ കഴിഞ്ഞിട്ട് നമുക്ക് മാർട്ടിനസ് പറഞ്ഞൊരു ഗോൾ കീപ്പറെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എമിയാനോ മാർട്ടിനസ്. ഈ ചങ്ങായി കിട്ടിയ ശേഷമാണ് ആ ഒരു ധൈര്യം ഒരു കോൺഫിഡൻ്റായി മാറുന്നത്. എന്താ പറയുക, റൊമേരോ ഉണ്ടായിരുന്നപ്പോൾ ഒരു ധൈര്യമായിരുന്നു, പക്ഷേ ഈ ചങ്ങായി വന്നപ്പോൾ അതൊരു കോൺഫിഡൻറ്റ് കൂടിയാണ്. ചങ്ങായി അസംബ്ലിക്ക് വേണ്ടി യൂറോപ്പ ലീഗ് നേടിയിട്ടുണ്ട്. പക്ഷേ അസംബ്ലിയിൽ അത്ര വലിയ മികച്ച പ്രകടനമൊന്നല്ല കാഴ്ചവെച്ചു. പക്ഷേ ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പക്ഷേ അർജൻറ്റീനയിൽ ചങ്ങായി അവരുടെ ജീവൻ തന്നെ നൽകിയിട്ട് ആ ഒരു ഗോൾ വല കാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അതിന് തൊട്ട് താഴെ തന്നെ മൂസ എന്ന് പറയുന്ന ഗോൾ കീപ്പർ, റൂളി എന്ന് പറയുന്ന ഗോൾ കീപ്പർ, മൂസ എന്ന് പറയുന്ന ഗോൾ കീപ്പർ അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് മികച്ച ഒരു പ്രകടനം ഈ ഒരു സീസണിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. മാർട്ടിനസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ആൾ സെക്കൻഡ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചില മത്സരങ്ങളിലൊക്കെ ആൾക്കും സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്താണ് എമ്മി മാർട്ടിനസിന് വിരലിന് ഒരു ചെറിയ പരുക്കുണ്ടെന്നുള്ള അതൊക്കെയാണ് വരുന്നത്. അതേപോലെ ഈ സീസണിൽ ഒരുപാട് പേടിച്ചിട്ട് ഒരുപാട് പരുക്കുകൾ അലട്ടിക്കൊണ്ടിരുന്ന റൊമാരോയ്ക്കും ഒട്ടമെൻഡിക്കും അതേപോലെ ലയണൽ മെസ്സിക്കൊക്കെ പരുക്കുകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഒരു ടീം സജ്ജമായിട്ട് അമേരിക്കയിൽ ട്രെയിനിങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡീപോളും ഒന്നും മിന്നും ഫോമിലൊന്നുമല്ല ആൾ കളിക്കുന്നത് ഇന്റർ മിയാമിയിലാണ്. പക്ഷേ സാക്ഷാൽ ലയണൽ മെസ്സി ഇപ്പോൾ കിടിലൻ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന മത്സരങ്ങളിലൊക്കെ ഗോൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു സ്വർണ്ണ കിരീടത്തിൽ ചുംബിക്കാൻ വേണ്ടി അർജൻറ്റീന ആരാധകർ പോലെ ഞാനും ഒരു അർജൻറ്റീനക്കാരനായി കാത്തിരിക്കുകയാണ്. ഡിബാലയെയും അസൻഡാനോനെയൊക്കെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താതിരുന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിസ്സിങ് ഉണ്ടായിരുന്നു ഈ ചങ്ങായിമാരില്ല. പക്ഷേ ഞാൻ ഈ 2026 വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന പ്ലെയർ ആരാണെന്നറിയും നിങ്ങൾക്ക്? സാക്ഷാൽ ഡി മറിയ. എന്താണെന്ന് പറഞ്ഞാൽ അർജൻറ്റീന നേടിയ എല്ലാ ഫൈനലുകളും കോപ്പ അമേരിക്ക 2 പ്രാവശ്യം എടുത്തപ്പോഴും വേൾഡ് കപ്പ് എടുത്തപ്പോഴും ഫൈനലിസമിൽ മുത്തമിട്ടപ്പോഴും അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ഗോളുകൾ അടിക്കാനും അർജൻറ്റീനയുടെ ഇമ്പാക്റ്റ് പ്ലെയർ ആവാനും വേണ്ടിയിട്ട് ആ ഒരു സ്ഥാനത്തിലേക്ക് ഇപ്പോഴും അർജൻറ്റീനയ്ക്ക് ഒരു പ്ലെയർ ഇല്ല എന്നുള്ളതാണ്. അങ്ങേരെ പോലെ കളിക്കുന്ന ഒരു പ്ലെയർ ഇല്ലാന്ന് ശരിക്കും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഈ ചങ്ങായി. ഈ ഒരു വേൾഡ് കപ്പും കൂടി മെസ്സിക്ക് കൂടെ ഫുട്ബോൾ കളിച്ചിട്ട് പോകരുത്. ഞാൻ 26 അംഗ സ്ക്വാഡ് വരുന്ന സമയത്ത് വരെ ഞാനൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഡി മറിയ എന്നൊരു പേരുണ്ടാവുന്നു. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് ഇവിടെ വാങ്ങിയിരുന്നു. ഇപ്പോൾ അർജൻറ്റീനിയൻ പ്രാദേശിക ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ഇനി നടക്കില്ല എന്നുള്ള ഒരു സ്വപ്നമായിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും ആൾ നമുക്ക് വേണ്ടി തന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഈ വർഷവും അർജൻറ്റീനയ്ക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പിനായി കാത്തിരിക്കാം. അപ്പോൾ നാളെ പുതിയൊരു ടീമിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.
ഫുട്ബോൾ ലോകത്തെയല്ല, വേൾഡ് കപ്പ് ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫുട്ബോൾ പ്രാന്തന്മാരായ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രത്യേകിച്ച് അർജൻറ്റീന ഫാൻസിന്.